ഇറാന്റെ കടൽ തീരത്തിന് സമീപം ആക്രമണങ്ങൾക്ക് തയ്യാറായിക്കൊണ്ട് അമേരിക്ക വലിയ തോതിലുള്ള നാവികസേനയെ വിന്യസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കപ്പൽ വിരുദ്ധ ക്രൂയിസ് മിസൈലുകൾ വാങ്ങാൻ ഇറാൻ ചൈനയുമായി കരാറിലേക്ക് അടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ചർച്ചകളെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ചില കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചാണ് റോയിട്ടേഴ്സ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനീസ് നിർമ്മിതമായ CM-302 മിസൈലുകൾക്കായുള്ള ചർച്ചകൾ പൂർത്തിയായെങ്കിലും ഇത് എന്ന് കൈമാറും എന്ന കാര്യത്തിൽ വ്യക്തത ആയിട്ടില്ലെന്നും വൃത്തങ്ങൾ പറഞ്ഞു. സൂപ്പർസോണിക് മിസൈലുകൾക്ക് ഏകദേശം 290 കിലോമീറ്റർ പരിധിയാണ് ഉള്ളത്. കൂടാതെ കപ്പലുകളിലെ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് താഴ്ന്നും വേഗത്തിലും പറക്കാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള മിസൈലുകളാണ് ഇത്. ഇവയുടെ വിന്യാസം ഇറാന്റെ ആക്രമണ ശേഷിയെ കാര്യമായി വർദ്ധിപ്പിക്കുകയും ഈ മേഖലയിലുള്ള അമേരിക്കൻ നാവികസേനയ്ക്ക് കനത്ത ഭീഷണി ഉയർത്തുകയും ചെയ്യുമെന്നാണ് ആയുധ വിദഗ്ധർ പറയുന്നത്. ഈ മിസൈൽ ആയുധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനായി ചൈനയുമായുള്ള ചർച്ചകൾ 2 വർഷം മുമ്പ് ആരംഭിച്ചതാണെങ്കിലും ജൂണിൽ ഇസ്രയേലും ഇറാനും തമ്മിലുണ്ടായ 12 ദിവസത്തെ യുദ്ധത്തിന് ശേഷം ഇത് വേഗത്തിലായതായി ഇറാൻ സർക്കാരിൽ നിന്നും ചില വിവരങ്ങൾ ലഭിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നു. കഴിഞ്ഞ വേനൽക്കാലത്ത് ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ഇറാന്റെ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി മസൂദ് ഒറൈ ഉൾപ്പെടെയുള്ള മുതിർന്ന ഇറാനിയൻ സൈനിക സർക്കാർ ഉദ്യോഗസ്ഥർ ചൈന സന്ദർശിച്ചതായും 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എന്നാൽ ഒറൈയുടെ സന്ദർശനം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കാൻ ഇറാന് സൂപ്പർസോണിക് ശേഷി ലഭിച്ചാൽ അത് വലിയൊരു മാറ്റമായിരിക്കും. ഈ മിസൈലുകളെ തടയുക എന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും മുൻ ഇസ്രായേലി ഇന്റലിജൻസ് ഓഫീസറും ഇപ്പോൾ ഇസ്രായേലിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിലെ ഇറാൻ ഗവേഷകനുമായ ഡാനി സിറ്റിനോവിച്ച് പറഞ്ഞു. കരാറിൽ എത്ര മിസൈലുകൾ ഉണ്ടെന്നോ എത്ര തുക ഇറാൻ ഇതിനായി ചെലവാക്കുന്നു എന്നതോ രഹസ്യമായ കാര്യമാണ്. ഇറാന് അതിന്റെ സഖ്യകക്ഷികളുമായി സൈനിക സുരക്ഷാ കരാറുകളുണ്ട്. ഈ കരാറുകൾ പ്രയോജനപ്പെടുത്താൻ അനുയോജ്യമായ സമയമാണിതെന്ന് ഇറാനിയൻ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും പറയുന്നു. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. കരാറിനെക്കുറിച്ച് വൈറ്റ് ഹൗസും മൗനം പാലിക്കുകയാണ്. ഒന്നുകിൽ നമ്മളൊരു കരാർ ഉണ്ടാക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ കഠിനമായ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നായിരുന്നു ഇറാനുമായുള്ള ഈ തർക്കത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥന്റെ മറുപടി. ചൈന ഇറാനിലേക്ക് കൈമാറുന്ന ഏറ്റവും നൂതനമായ സൈനിക ഹാർഡ്വെയറുകളിൽ ഒന്നായിരിക്കും ഈ മിസൈലുകൾ. 2006 UN ഏർപ്പെടുത്തിയ ആയുധ ഉപരോധത്തെ ചൈന ഇതിലൂടെ ലംഘിക്കുകയാണ്. 2015 അമേരിക്കയും സഖ്യകക്ഷികളുമായുള്ള ആണവ കരാറിന്റെ ഭാഗമായി ഉപരോധം നിർത്തിവെച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉപരോധം വീണ്ടും ഏർപ്പെടുത്തിയിരുന്നു. ചൈനയും ഇറാനും റഷ്യയും പ്രതിവർഷം സംയുക്ത നാവികാഭ്യാസങ്ങൾ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതിനായി രാസവസ്തുക്കൾ നൽകിയതിന് പല ചൈനീസ് സ്ഥാപനങ്ങൾക്കും അമേരിക്കൻ ട്രഷറി വകുപ്പ് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ ചൈന തള്ളിക്കളഞ്ഞിരുന്നു. സെപ്റ്റംബറിൽ ബീജിംഗിൽ നടന്ന ഒരു സൈനിക പരേഡിൽ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനെ സ്വീകരിക്കുന്നതിനിടെ പരമാധികാരം, പ്രാദേശിക അഖണ്ഡത, ദേശീയ അന്തസ്സ് ഇവ സംരക്ഷിക്കുന്നതിനായി ചൈന എന്നും ഇറാന്റെ കൂടെയുണ്ടെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറയുകയും ചെയ്തിരുന്നു. തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ച് ധാരണയിലെത്താൻ ഇറാന് 10 ദിവസത്തെ സമയം നൽകുന്നതായും അല്ലെങ്കിൽ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നും ഫെബ്രുവരി 19 ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപ് ആക്രമണത്തിന് ഉത്തരവിട്ടാൽ ഇറാന് നേരെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ നടത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി ഫെബ്രുവരി 13 റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിൽ ഇറാന്റെ ആയുധ ശേഖരത്തിൽ വലിയ ഇടിവുണ്ടായിരുന്നു. CM-302 വാങ്ങുന്നത് വലിയ പുരോഗതി ഉണ്ടാക്കുമെന്നാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുതിർന്ന ഗവേഷകൻ പീറ്റർ വെസ്മാൻ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ആന്റിഷിപ്പ് മിസൈലായിട്ടാണ് CM-302 കാണുന്നത്. വിമാനവാഹിനി കപ്പലുകളെയോ ഡിസ്ട്രോയറുകളെയോ മുക്കാൻ ഇതിന് ശേഷിയുണ്ട്. ഈ ആയുധ സംവിധാനം കപ്പലുകളിലോ വിമാനങ്ങളിലോ മൊബൈൽ ഗ്രൗണ്ട് വാഹനങ്ങളിലോ ഘടിപ്പിക്കാവുന്നതാണ്. കരയിലുള്ള ലക്ഷ്യങ്ങളെ തകർക്കാനും ഇതിന് കഴിയും. ചൈനയുടെ മറ്റ് തരത്തിലുള്ള മിസൈൽ സംവിധാനങ്ങൾ, ബാലിസ്റ്റിക് വിരുദ്ധ ആയുധങ്ങൾ, ഉപഗ്രഹ വിരുദ്ധ ആയുധങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഇറാൻ ചർച്ചകൾ നടത്തുന്നതായി സൂചനയുണ്ട്. 1980കളിൽ ചൈന ഇറാന്റെ പ്രധാന ആയുധ വിതരണക്കാരായിരുന്നു. പിന്നീട് അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് 1990കളുടെ അവസാനത്തോടെ വലിയ തോതിലുള്ള ആയുധ കൈമാറ്റം കുറഞ്ഞു വന്നു. അടുത്തിടെയായി ചൈനീസ് കമ്പനികൾ ഇറാന് മിസൈൽ സംബന്ധിയായ വസ്തുക്കൾ നൽകുന്നതായി അമേരിക്ക ആരോപിച്ചിരുന്നുവെങ്കിലും ഇതുപോലെ സമ്പൂർണ്ണ മിസൈൽ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നതായി പരസ്യമായി പറഞ്ഞിരുന്നില്ല.